നമുക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് വന്നാലോ? അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അപ്പവും കൂടി ഇറങ്ങി ട്ടോ. വേറെ എവിടത്തേക്കുമല്ല, നമ്മുടെ കൊട്ടിയൂർക്കാണ് ട്ടോ. ഉച്ചക്ക് ഫുഡും കഴിച്ചിരിക്കുമ്പോഴാണ് അമ്മ പെട്ടെന്നൊരാഗ്രഹം പറയണേ, അമ്മയ്ക്ക് കൊട്ടിയൂർക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മളൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ പോയി റെഡിയായി നമ്മൾ ഇറങ്ങി ട്ടോ. ശരിക്കും എൻ്റെ അമ്മയും അച്ഛനും എന്ത് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ സാധിച്ചു കൊടുക്കാനായിട്ട് നോക്കാറുണ്ട് ട്ടോ. കാരണം അവർ ഒരിക്കലും എന്നോട് വലിയ വലിയ കാര്യമൊന്നും പറയാറുമില്ല. ആവശ്യപ്പെടാറുമില്ല. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എന്നോട് ചോദിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ ഇത്. കാരണം അമ്മ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കൊട്ടിയൂർ പോകണം, കൊട്ടിയൂർക്ക് പോകണം എന്നുള്ളത്. നമ്മളങ്ങനെ എല്ലാ വർഷവും കൊട്ടിയൂർക്കൊന്നും പോകാറില്ല കേട്ടോ. പക്ഷേ ഈ ടൈം അമ്മയ്ക്ക് എന്തായാലും പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് സാധിച്ചു കൊടുക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. ബട്ട് നമ്മളിന്ന് പോയപ്പോൾ ഒരു രീതിക്ക് ഒരു തിരക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സാധാരണ നമ്മൾ പോവുകയാണെങ്കിൽ നല്ല തിരക്കും ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരുന്നുണ്ട്. ബട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തോന്നിറങ്ങും കേട്ടോ. ഒരു ക്യൂവോ തിരക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും നൈറ്റ് പോകാനായിട്ട് നോക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അധികം ആൾക്കാരും ബഹളവും ഒന്നുമില്ല കേട്ടോ. നമുക്ക് കാമായിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങാനായിട്ട് പറ്റും. എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പോക്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമായിരുന്നു കേട്ടോ മനസ്സിൽ. കാരണം നല്ല രീതിക്ക് സമാധാനത്തോടെ പോവാനൊക്കെ പറ്റുന്നത് അത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പോവാൻ ആഗ്രഹിക്കേണ്ട പെട്ടെന്ന് തന്നെ പോവുക. കാരണം ഈ മാസം 27-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ കൊട്ടിയൂർ ഉത്സവം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈഫിൽ എന്തെങ്കിലും ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കൊട്ടിയൂർ അമ്പലം. അത്രയും പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.